ഇപ്പം ഈ ആട് വന്ന സമയത്ത് ആദ്യം അത് പ്രേക്ഷകർ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് അവർ ആട് 2 വന്നപ്പോൾ ഹിറ്റായി. ഇപ്പോൾ ആട് 3ക്ക് കട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ആ ഒരു പ്രേക്ഷകരുടെ ഒരു ഷിഫ്റ്റ്, ആ ഒരു റെസ്പോൺസിലെ ഷിഫ്റ്റ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പോൾ റീൽസ്, അതിൻ്റെ ഒരു മെയിംസ്, അതിൻ്റെ ഇത് അങ്ങനെയാണ് ആട് 2 തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോകുമ്പോഴും എന്താ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾ എവിടെ പോയാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആട് 3 എന്ന് വരുമെന്നുള്ളതാണ് അല്ലേ. ഒരു ദിവസം പോലും എനിക്ക് ആ ചോദ്യമില്ലാതെ കഴിഞ്ഞ ഒരു 7 വർഷത്തിൽ ഞാൻ കടന്നു പോയിട്ടില്ല. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പുള്ളിനെ നമ്മൾ കളിയാക്കി ഷാജി പാപ്പൻ എന്നൊക്കെ വിളിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു സ്കൂളിൻ്റെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ എല്ലാവരും റെഡ് ലുങ്കിയും ബ്ലാക്ക് ഷർട്ടും ഇട്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതായത് ആ സിനിമ തിയേറ്ററിൽ അത്ര ഒരു കളക്ഷൻ കിട്ടിയില്ലെങ്കിലും ഒരു യുവാക്കൾക്കിടയിൽ ഭയങ്കരമായിട്ടൊരു ട്രെൻഡ് ഷാജി പാപ്പൻ എന്നുള്ളൊരു പേര്, സർബത്ത് ഷമീർ നമ്മളായിട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ ഉണ്ടാക്കുന്ന ട്രോൾസും അതും ഒക്കെ തന്നെ ഇപ്പം നമ്മളെ ടാഗ് ചെയ്യുമല്ലോ. ഇപ്പം നമ്മൾ നിങ്ങളേറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏത് എന്ന് പറയുമ്പോൾ നമ്മളെ ചിലവർ ടാഗ് ചെയ്തിട്ട് എനിക്കിടും. അപ്പം നമ്മൾ അടിയിലോട്ട് നോക്കുമ്പോൾ അതിലൊരു 500-1000 കമൻറ്റ് അതിനെക്കുറിച്ചും അതിനെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻഫർമേഷനാണ്, എല്ലാം ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ ആണ് നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷനുണ്ട്. അതാണ് നമുക്ക് അതിൻ്റെ അത്രയും കോൺഫിഡൻസിൽ അത്രയും വലിയൊരു സിനിമ നിർമ്മിക്കാനുള്ള തിയേറ്റർ റെസ്പോൺസ് വരും. ഇപ്പം ആട് 2 ഇറങ്ങിയപ്പോൾ നമുക്ക് 2 മേജർ സെൻറ്റേഴ്സിൽ തിയേറ്റർ കിട്ടിയ പോലുമില്ല, കോട്ടയം ആലപ്പുഴയും. ഇന്ന് നമ്മൾ ആട് 3 അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഡ്വാൻസ് തരാൻ തിയേറ്റേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാണ് വരുന്നത്, ഓക്കെ ഇന്ന് ക്രിസ്മസിനാണ് വരുന്നത്, ആ ക്രിസ്മസിനാണെങ്കിൽ നമുക്ക് തരണേ നമ്മൾ. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ്, അതായത് ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റുള്ള ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ ഹൗസസ് നമ്മളെ വിളിച്ചു നോക്കി, നിങ്ങൾ ഇന്ന ദിവസമാണോ, എന്തിനാ, അല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാനാ എന്ന്. അപ്പം അതൊക്കെ നമുക്ക് കോൺഫിഡൻസ്. അപ്പം അല്ല ഞാൻ പറയാം, ബിക്കോസ് നിങ്ങൾ എൻ്റെ ഞാൻ കാരണം പ്ലാൻ മാറ്റണ്ട, എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം, ഇഫ് യു വോണ്ട് ടു മൂവ് അല്ലെങ്കിൽ ഒരുമിച്ച് പോകാം, അങ്ങനെയൊക്കെ നമുക്ക് എന്തിനും ഓക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം മൊത്തത്തിൽ വരുന്ന ഷാജി പാപ്പൻ നിർത്തിയിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. എപ്പോഴാണ് പാപ്പനും പിള്ളേരും കൂടി പൂരത്തിന് കുടിയേറുന്നത്? വിജയ് ബാബുവിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, നമ്മൾ ക്രിസ്മസിന് വരാൻ തന്നെയാണ് പ്ലാൻ. ഇപ്പോഴും അതനുസരിച്ചാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയതും. അപ്പോൾ ഈ മഴയുടെ ഇടയിൽ എപ്പോഴും ആസ് ഓഫ് നൗ ഓൾസോ ഞങ്ങൾ ക്രിസ്മസിന് വരാൻ തന്നെയാണ് പ്ലാൻ. അതനുസരിച്ച് പാരലൽ വർക്ക്സ് നടക്കുന്നുണ്ട്. ഹോപ്പിംഗ് ടു ക്രിസ്മസിന് പൂരം കൊടിയേറാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ആട് 1-ലായാലും 2-ലായാലും ഈ പാപ്പനും പിള്ളേരും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി കുഴിച്ചാടും, പിന്നെ അതിങ്ങനെ സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം ആട് 3യും ആ ഒരു കോമഡി അല്ല, അത് ആട് 3 ആട് 2ഉം ഇതിനെക്കാട്ടിലൊക്കെ വലിയ ഒരു മാഗ്നിറ്റ്യൂഡിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ ഒരു ഫൺ ഫാൻറ്റസി, സർബത്ത് ഷമീർ ഉണ്ടാവില്ലേ, ഉണ്ട് ഒരു ഫാൻറ്റസി, ഫൺ ആൻഡ് ഫാൻറ്റസി മൂഡിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ചില സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് വിചാരിക്കത്തില്ലേ. അതായത് നമ്മുടെ സർവ്വ സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിലും ഈ പടം ചെയ്യണം എന്ന് സാറ്റിസ്ഫാക്ഷൻ. അപ്പം അങ്ങനത്തെ ഒരു രസമുള്ള മൂഡാണ്. അത് എങ്ങനെ ആയി വരും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ. ആൻഡ് ദാറ്റ് ഈസ് വെൻ യു ട്രസ്റ്റ് ദ ക്യാപ്റ്റൻ, ഐ മീൻ ദ ഡയറക്ടർ. ഐ ട്രസ്റ്റ് മിഥുൻ. അപ്പോൾ അതൊരു ബ്രാൻഡാണ് ഈ പാട് എന്നുള്ളത്. അതെ, അപ്പം ഹീ വിൽ മേക്ക്. നമ്മൾ ചില ഡയറക്ടേഴ്സ് ഉണ്ട്, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിൻ്റെ മേളിൽ തരും, ചിലവർ അതിൻ്റെ താഴെ തരും, ചിലവർ അതുപോലെ തരും. മിഥുൻ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റിൻ്റെ മേളിൽ തരുന്നുണ്ട്. അപ്പം നമ്മളത് വായിക്കുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യും. മിഥുൻ ഇതിൻ്റെ മേളിൽ തരും. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ അതിനനുസരിച്ചുള്ള ടീമാണ് നമ്മുടെ ഇപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടീമാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. ടച്ച് വുഡ് ദാറ്റ് ആട് വിൽ ബി ഗുഡ് എൻ്റർടൈനർ. എന്താണ് വിജയ് ബാബു ആസ് എ പ്രൊഡ്യൂസർ, ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല കഥയുണ്ടോ നോക്കും, സ്റ്റോറി വേണം. ചിലവർ പറയും ഇതൊരു മേക്കിംഗ് ഫിലിമാണെന്നൊക്കെ പറയും. ഞാൻ പറയും പിന്നെ മേക്കിംഗ് നമുക്ക് സ്റ്റോറി കഴിഞ്ഞിട്ട് കേൾക്കാം, ആദ്യം സ്റ്റോറി പറ. അല്ല സാർ, ഇത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്, എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് വർക്കാവില്ല. ഐ വോണ്ട് ദ സ്റ്റോറി ഫസ്റ്റ്. അത് എന്ത് ജോണറാണെങ്കിലും, ഇപ്പം ഫാൻറ്റസി ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ് ഹാസ് ടു ഹാവ് എ സ്റ്റോറി. കഥയില്ലാത്ത ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ, റോജൻ മങ്കിപ്പനുമായിട്ട് വരുമ്പോൾ റോജിന് 21 വയസ്സേ ഉള്ളൂ. അപ്പം
അതിനോട് എനിക്ക് 3 മിനിറ്റിൽ കഥ പറയാം. 3 മിനിറ്റിൽ കഥ പറയാൻ പറ്റിയാൽ അതിന് സ്റ്റോറി ഉണ്ടെന്നുള്ളതാണ് അല്ലേ? മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ ഒരു കുട്ടി മാക്സിൽ മങ്കിപ്പനിലെ പാട്ട് ഇപ്പോഴും നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ കേട്ടാൽ എന്തോ ഒരു ഫീലാണ്, മാജിക്. അതെ, ഇതേപോലെ തന്നെയാണ് പടക്കളം. മനുവിനോട് ഞാൻ ഇത് തന്നെ പറഞ്ഞു. മനു പറഞ്ഞു വളരെ സിമ്പിളാണ് കേട്ടോ, എനിക്ക് 3 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കഥ പറഞ്ഞു. അതും നമുക്ക് വർക്കായി. അപ്പം അങ്ങനെ അപ്പോൾ സ്റ്റോറി ആണ് അതിൻ്റെ മെയിൻ. പിന്നെ ആ സ്റ്റോറി അത് ഏത് ജോണറാണോ ആ ജോണറിന് ജസ്റ്റിസ് ചെയ്യണം. ഹൊററാണെങ്കിൽ ആളുകൾ പേടിപ്പിക്കണം. ഹ്യൂമർ ആണെങ്കിൽ ചിരിച്ച് ലാഫ് യുവർ ലങ്സ് ഔട്ട്. ഫാൻറ്റസി ആണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ കൂടെ ആ എലമെൻറ്റും വേണം. അപ്പം ആ ജോണറിന് അത് ജസ്റ്റിസ് ചെയ്യണം. ബിക്കോസ് എനിക്ക് ഇടയിൽ നിൽക്കുന്ന ഇതില്ല, അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരു എക്സ്ട്രീംസ് എന്ന് പറയാൻ പറ്റില്ല. യു ഷുഡ് ഡു ജസ്റ്റിസ് ടു ദറ്റ് ജോണർ. അപ്പം ഇപ്പം ഹൊററാണ്, പേടിച്ചുമില്ല, എന്നാൽ കോമഡിയാണോ കോമഡിയും അല്ല, ആക്ഷനാണോ അതുമല്ല, അവിടെ ഇവിടെ എവിടെ എന്താണ് അവിടെ ആ ക്ലിയർ കട്ടായിട്ട് അതിനൊരു ജോണർ വേണം. അപ്പോൾ ഫീൽ ഗുഡ് ആണെങ്കിൽ ഫീൽ ഗുഡ്, സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ്. ഇപ്പോൾ ഹോം എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് ആണ്. അപ്പോൾ നമ്മൾ ഫീൽ ഗുഡിൻ്റെ പീക്കിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ദാറ്റ് ഇസ് വാട്ട് എക്സൈറ്റ്സ് മീ. ആ ജോണറിന് ജസ്റ്റിസ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു ടൈറ്റിൽ വരെ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കും. ഒരു രസമുള്ളൊരു ഇപ്പം ഒരു ഹുക്ക് വേണമല്ലോ എന്നുള്ള ഒരു സാധനം, പിന്നെ അവിടെ നിന്ന് കൊണ്ട് നമ്മളത് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ്. കുറേ വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന, അതായത് മലയാള സിനിമ മാറുന്നത് ആ മാറ്റത്തിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. അതെ. അപ്പം എങ്ങനെയാണ് ഈ വിജയ് ബാബു എന്നൊരു ബ്രാൻഡാണ്, ഈ ഫെയിം എപ്പോഴെങ്കിലും അപകടകരമായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഫെയിം നിലനിർത്താൻ കുറച്ച് കഷ്ടപ്പാടുണ്ടോ? ഭയങ്കര പാടാണ്. നമുക്ക് പ്രൈവറ്റ് ലൈഫില്ലല്ലോ. ഞാൻ ആ പ്രോസസ്സിലൂടെ കടന്നിട്ടില്ല. ബിക്കോസ് ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. നമ്മൾ സിനിമയുടെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്തിരുന്നു ഇൻ ടേംസ് ഓഫ് സാറ്റലൈറ്റ് റൈറ്റ്സ്, അതിൻ്റെ ആ ബിസിനസ് ആസ്പെക്ട്സിൽ കുറേയൊക്കെ. അപ്പം അവിടെയൊക്കെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും നമ്മളെ അറിയാം, നമ്മളൊരു ഇതായിട്ട് നിൽക്കുന്നു. പക്ഷേ നമുക്കൊരു പബ്ലിക് ലൈഫ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് അഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ സാധാരണ ഒരു റോഡിൽ പോയി ചായ കുടിക്കും, അല്ലെങ്കിൽ ചെറിയ തട്ടുകളിൽ ഫുഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ പോക്കറ്റ്സിലുള്ള ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ റോഡിലൂടെ ഇറങ്ങി നടക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ എന്താണോ അങ്ങനെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ഒരു പബ്ലിക് ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മളത് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ അത് ഓൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അത് എവറി ഡേ ഇസ് എ ലേണിംഗ് അല്ലേ? നമ്മൾ ഓരോ ദിവസവും നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് ഫെയിലിയേഴ്സ് ആർ എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അപ്പോൾ എല്ലാവരും മനുഷ്യരാണ്. അപ്പം നമുക്ക് തെറ്റുകൾ ചിലപ്പോൾ നമ്മൾ സിനിമയിൽ റോങ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവാം. അത് നമ്മൾ ഇനി അതുണ്ടാവരുത്, കറക്റ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻസ്പയർ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ വിജയ് ബാബു കുറച്ച് ലെസൺസ് പഠിച്ച ഒരാളുണ്ടാവില്ലേ? അങ്ങനെ ഒരാളാരാണ്? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എനിക്ക് സ്പെഷ്യലായിട്ട് ഉള്ള ഒന്ന് ഒബ്വിയസ്ലി ലാൽജു സർ. പുള്ളി എനിക്ക് ഒരുപാട് ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഒരു ക്യാമറയിൽ നോക്കി അഭിനയിച്ച് ശീലമുണ്ടായിരുന്ന ആളൊന്നുമല്ല. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും വിരലുകൾ വരെ അഭിനയിക്കും, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. അങ്ങനെ ആസ് എൻ ആക്ടർ എന്നെ ഒരുപാട് ദ റീസൺ വൈ ഐ എം ഇൻ ഫിലിംസ് ടുഡേ ഇസ് ബിക്കോസ് ഓഫ് ഹിം. ആ പുള്ളിയുടെ ഒരു ചോദ്യം, നിനക്ക് എൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം ഞാനൊരു കോർപ്പറേറ്റിൽ അല്ലെങ്കിൽ സൂര്യ ടി വിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുമ്പോഴാണ് പുള്ളി അത് ചോദിക്കുന്നത്. അപ്പം ഞാനത് ഭയങ്കര പുള്ളി തമാശ പറഞ്ഞാണോ അത്ഭുതമായിട്ടൊക്കെ തോന്നി. ബിക്കോസ് ഞാനിങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന ആളെടുത്ത് ഇങ്ങനെ റിസൈൻ ചെയ്ത് എനിക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വർഷം എടുത്തു അവിടുന്ന് സിനിമയിലേക്ക്. അപ്പം ആക്ടിങ് മാത്രമായിട്ട് വരരുത്, കാരണം ഞാൻ ഇച്ചിരി പ്ലാനിങ് ചെയ്യുന്ന ആളാണ്. അപ്പം അഥവാ ഞാൻ അതിലൊരു പക്ക ഫെയിലിയർ ആണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ അരി വാങ്ങിക്കും? അപ്പം നമ്മൾക്ക് അറിയാവുന്ന പണി പ്രൊഡക്ഷനാണ്. ബിക്കോസ് അവിടെയും ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ഷനാണ്. അപ്പോൾ അതും കൂടെ പാരലലി ചെയ്യാം. അപ്പം ലൈക്ക് പ്ലാൻ ബി, പ്ലാൻ എ, പ്ലാൻ ബി, അങ്ങനത്തെ പരിപാടിയിലാണ്. പ്രൊഡക്ഷൻ ഒരു പ്രൈമറി ഇതാക്കിയും ആക്ടിങ് എൻ്റെ പാഷനായിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നത്. അപ്പം പിന്നെ ലാലേട്ടൻ, അതിനുശേഷം കുറേ ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലാലേട്ടനുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഭാഗ്യം ഉണ്ടായി. അതായത് മിസ്റ്റർ ഫ്രോഡ് എന്ന് പറയുന്ന സിനിമ ഞാൻ ലാലേട്ടൻ്റെ റൈറ്റ് ഹാൻഡായിട്ട്
പെട്ടെന്ന്. അപ്പോൾ അദ്ദേഹമുള്ള സീനിലെല്ലാം ഞാനുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പെരിച്ചാഴിയിൽ അടുത്തൊരു 50 ദിവസം, അപ്പോൾ ഏകദേശം 50-100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഈ കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണ്. അതെൻ്റെ പ്രൊഡക്ഷനും കൂടെയാണ്. അപ്പോൾ അതൊരു ഫണ്ണും കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു ഇത് പുള്ളി ചിലപ്പം നമ്മൾ ഡബിൾ ക്യാമൊക്കെ ഉള്ളപ്പം ഇതൊന്നും നമ്മൾ നോക്കണം, നമ്മളങ്ങ് നാച്ചുറലി പറഞ്ഞു പോവല്ലേ. പുള്ളി ഇങ്ങനെ ഇങ്ങനെ തിരിച്ചൊക്കെ നമ്മളെ വെച്ച് തരും അഭിനയിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ടിങ്ങനെ അതായത് ക്യാമറ പിന്നെയാണ് നമ്മൾ ക്യാമറ നോക്കി പെർഫോം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലാണ്. അപ്പോൾ നീന കഴിഞ്ഞ് നേരെ അതിലേക്ക് പോയി. അപ്പോൾ ഈ 2 സ്കൂളാണ് ആക്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ ബാലപാഠങ്ങൾ എന്ന് വെച്ചിട്ട് വലിയ ആക്ടറായെന്നല്ല ഞാൻ പറയണത്, ചെറിയ കറക്ഷൻസ് നമുക്ക് പറഞ്ഞു തന്നത്. ആ കറക്ഷൻസ് കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് കോൺഫിഡൻസ് വന്നു. പിന്നെ ഇത് നമുക്ക് അറിയാം, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ശരി. പിന്നെ ലാൽജു സാറിന്റെ ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ഒരു ആദ്യം VK പ്രകാശാണ് ആദ്യം 3 Kings എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഭയങ്കര കോമഡി റോളായിരുന്നു. അതായത് ഒറ്റ സീനുള്ളൂ. അത് സൂര്യ ടിവിയുടെ ഹെഡായിട്ട് തന്നെയാണ്. അപ്പോൾ എന്നെ തന്നെ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ഷോട്ട് ജഗതി ചേട്ടനുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു ആക്ടറാണ്. ബിക്കോസ് അപ്പോൾ എനിക്ക് കൈകാലമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ എളുപ്പമാണെന്ന് വിചാരിച്ചിരുന്ന അവിടെ ജഗതി ചേട്ടൻ്റെ അടുത്ത് ഒറ്റ ഡയലോഗേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് അതാണ് സിനിമയ്ക്ക്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഷോട്ടെങ്കിലും പിന്നെ എനിക്ക് വീക്കെൻഡിൽ പോയിട്ട് അഭിനയിക്കാം. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ പോയി അഭിനയിക്കും. അപ്പോൾ ഞാൻ മാനേജ്മെൻറ്റിൽ നിന്ന് പെർമിഷൻ എടുത്തു, ചുമ്മാ ഒരു സമയം. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് 22 ഫീമെയിൽ കോട്ടയത്തിൽ ഒരു സീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു SP ആയിട്ട്, അന്ന് ഞാൻ ക്ലീൻ ഷേവാണ്. അപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആരും അറിഞ്ഞുകൂടാത്ത, അപ്പം അങ്ങനെ അയാളും ഞാനും തമ്മിൽ ഒരു SP ആയിട്ട് അഭിനയിക്കുമ്പോഴാണ് ജോമോൻ ടി ജോണാണെന്ന് ക്യാമറ. അപ്പോൾ ജോമോനും ലാൽജോ സാറും കൂടെ അന്ന് നീനയുടെ സ്ക്രിപ്റ്റ് അതിൻ്റെ തലേ ദിവസം വായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ തീരുമാനിക്കും. അതിന് ഇതേപോലെ ബോംബെയിൽ നിന്ന് വരുന്ന ഒരാൾ അതിൽ ലീഡ് ചെയ്യണം, അത് ഫ്രഷറായാലും മതി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ജോമോൻ ക്യാമറയിലൂടെ പറഞ്ഞു, ഇതുപോലൊരു ആക്ടറെ, ഇതുപോലൊരാളല്ലേ എന്ന്, ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ അയാളും ഞാനും തമ്മിലിൻ്റെ ഷൂട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിട്ട്, ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോൾ ചോദിച്ചത്, ഇങ്ങനെ ഞാനൊരു സിനിമയെ ഉദ്ദേശിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ സിനിമയിൽ നായകനാവാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഇത്. പക്ഷെ നീനയിൽ ആ ഒരു ക്യാരക്ടർ എൻ്റെ ഫോണിലെ ഇൻസ്റ്റാ റീൽസിൽ ഇപ്പോഴും ആ സോങ് ഉണ്ട്. അത് ഭയങ്കര ഈവൻ എനിക്കാണെങ്കിൽ ഇതൊക്കെ ക്ഷമയാണെങ്കിൽ പച്ചത്ര വിളിക്കും. ഇവൻ്റെ ഗിത്താർ എനിക്ക് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ള ഗിത്താർ ഇത് ഒക്കെ ഇപ്പം ശീലമായി. അന്ന് ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ജോലി. നമ്മൾ 10-15 വർഷം ഒരു AC ക്യാബിനിൽ ഇങ്ങനെ കോർപ്പറേറ്റ് ജീവിതമല്ലേ. ഇതൊക്കെ വെയിൽ കൊണ്ടിട്ടില്ലല്ലോ. പിന്നെ വെയിൽ കൊള്ളൽ അതൊക്കെ ആയി. ഭയങ്കരമായിട്ട് ഒരു ക്രിട്ടിക്കലി അക്ലെയിം ചെയ്ത ഒരു ക്യാരക്ടറാണത്. ഫസ്റ്റ് കമ്മിറ്റ് ചെയ്ത ഫിലിം അതാണെങ്കിൽ അത് കുറച്ച് ഡിലേ ആയപ്പോഴാണ് ഹണീബിയിൽ അഭിനയിച്ചത്, മങ്കിപ്പെനിൽ അഭിനയിച്ചു. അപ്പോൾ ഇത് 2 കഴിഞ്ഞിട്ടാണ് പിന്നെ നീനയിലേക്ക് പോകുന്നത്, എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയിലും. അങ്ങനെ 3 സിനിമ കഴിഞ്ഞിട്ടാണ് പിന്നെ നീനയിലേക്ക്. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ ഇതൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണല്ലോ, പല ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് ലെയേഴ്സുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അത് ഭയങ്കര എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ ഒന്നാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു ക്യാരക്ടറാണത്. അത് എന്ന് വെച്ചാൽ ഫിലിം തരുന്നൊരു മെസ്സേജ് ഉണ്ട്, വിനി എവിടെയൊക്കെ പോയാലും അവസാനം വൈഫിൽ തന്നെ തിരിച്ചെത്തും. ആ സമയത്ത് ആനഗസ്റ്റിൻ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ വെക്കുന്നൊക്കെ ഒരു സീനുണ്ട്. ഭയങ്കര ഞാനാണെങ്കിൽ കേട്ടില്ല. പക്ഷെ അത് ഇമോഷണലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്ക്രിപ്റ്റ് ലൈക്ക് ആസ് എൻ ആക്ടർ നമ്മുടെ ഫസ്റ്റ് മേജർ ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രമല്ല, അത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതുപോലെയാണോ? അത്രയും സ്ട്രോങ് ആണോ? കൂടെ നിൽക്കുന്ന ഒരാളാണോ വൈഫ്? നമ്മളെല്ലാ ഫാമിലി എപ്പോഴും I'm thankful to God that I have a very supportive family. നമ്മളെ ലൈഫ് ഒരുപാട് കണ്ടിട്ടുള്ള ആണ്. പിന്നെ എൻ്റെ സിസ്റ്റർ ആയാലും ബ്രദർ ആണെങ്കിലും മദർ ആണെങ്കിലും വൈഫാണെങ്കിലും മോനാണെങ്കിലും they have been with me throughout. I mean like strong pillars. ഇപ്പോൾ വിജയ് ബാബു എന്നൊരു വ്യക്തി
ഈ ഫിലിമിലെ ഒരു ലൈം ലൈറ്റ് അല്ലാണ്ട് കുറച്ച് കോൺട്രവേഴ്സീസിൽ കൂടെ ലൈം ലൈറ്റിൽ പെട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ലൈം ലൈറ്റ് അല്ലല്ലോ, അത് ലൈം ലൈറ്റ് അല്ലല്ലോ. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ പോയി. പക്ഷെങ്കിൽ ആ സമയത്ത് എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്ത്, അതായത് ഈ പേഴ്സണലി ആയാലും? ഞാനതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. അതിൽ ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ല. പക്ഷെ നമ്മളെ അറിയുന്നവർക്കറിയാം അത് എന്താണെന്നുള്ളത്. അപ്പം കൂടെ നിന്നവരാണ് കൂടുതലും. പബ്ലിക്കിന് അറിയില്ല. അപ്പോൾ ആ പബ്ലിക് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മളത് ഫേസ് ചെയ്യണം. കാരണം ദ പ്രോബ്ലം ഇസ്, അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള അനുവാദമില്ല, നമുക്ക് സംസാരിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ഇതിലാണ് നിർത്തിയത്. അപ്പം നമ്മൾ സംസാരിച്ചാൽ നമുക്ക് പറയാം. നമുക്ക് സംസാരിക്കാൻ പറ്റാത്തടത്തോളം കാലം നമ്മൾക്ക് അത് കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷേ ദാറ്റ് ഇസ് വെൻ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കം ഓൺ ബോർഡ് ആൻഡ് സ്റ്റേ സ്ട്രോങ്, പീപ്പിൾ ഹു നോ ദ റിയാലിറ്റി. അപ്പം അങ്ങനെ നമ്മൾ അതിലൂടെ പോകുന്നു. പക്ഷേ അറ്റ് ടൈംസ് വി ക്യാൻ, ദർ ആർ ചാൻസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ അല്ലേ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഫാമിലി, ഫ്രണ്ട്സ്, ഇൻഡസ്ട്രി, ഐ മീൻ ഓഫീസ്. അപ്പം നമ്മൾ ബ്രേക്ക് ഡൗൺ ആയാൽ അവിടെ അവർ മൊത്തം തകരും. എനിക്കൊരു ചോദിക്കാനുണ്ട്, അതായത് ആ സമയത്ത് സ്വന്തമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നത് അല്ല, ആ സമയം എന്ന് പറയണ്ട. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അങ്ങനത്തെ സമയങ്ങൾ സ്വന്തമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നതിന് പകരം ഇപ്പോൾ കൂടിയുള്ള ഒരാൾ, ഇപ്പോൾ ഫാമിലി ആരെങ്കിലും ആയിക്കോട്ടെ, അവർ നമ്മളെ ഓർത്ത് കരയുന്നത് കാണുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ. അതെ, അതാണ് നമുക്ക്. എന്നാലും നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് എനിക്ക് ലോസസ് ഉണ്ടായിട്ടുണ്ട് ബിസിനസ്സിൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ധൈര്യം കൈവിടരുത്. ബിക്കോസ് നമ്മൾ ആരോടും അത് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം ബ്രേക്ക് ഡൗൺ ആവും. എടോ, നമ്മൾ മൈനസിലായി, നമ്മൾ ലോസിലായി, ഇനി നമ്മൾ ഒന്നേന്ന് തുടങ്ങണം എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അത് നമ്മൾ ധൈര്യം കരയാതെ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതേപോലെ തന്നെ എല്ലാം ഓക്കെയാണ്, എവറിത്തിങ് വിൽ ബി ഫൈൻ എന്നുള്ള രീതിയിൽ നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകാം. ബിക്കോസ് നമ്മളെയാണ് അവരെല്ലാം നോക്കുന്നത് അല്ലേ. അപ്പോൾ യു ഷുഡ് നോട്ട് ബ്രേക്ക് ഡൗൺ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ആ സ്ട്രോങ് സ്മൈലിങ് ഫേസ് കൊടുത്ത് നമ്മളതിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാവും അത്. പക്ഷേ വി ജസ്റ്റ് ഗിവ് എ സ്മൈൽ ആൻഡ് മൂവ് ആയിട്ട്. പക്ഷേ വെൻ യു ആർ കോൺഫിഡൻറ്റ് ദറ്റ് നമ്മൾ ശരിയാണ്, ദെൻ ദ വേൾഡ് വിൽ കൺസ്പയർ ടു ഗിവ് ഇറ്റ് ബാക്ക് ടു യു. മനസ്സിലായി? നമുക്ക് ദൈവവും അല്ലെങ്കിൽ ദ എൻറ്റയർ വേൾഡ് വിൽ കൺസ്പയർ ആൻഡ് സേ യു വിൽ കം ബാക്ക് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സോ നമ്മുടെ ആ കോൺഫിഡൻസിൽ അങ്ങോട്ട് മുമ്പോട്ട് പോവുക, എവറിത്തിങ് വിൽ ബി ഫൈൻ. ഇപ്പോൾ ഒരു കംബാക്കാണ് വലിയ രീതിയിൽ നടത്തുന്നത്. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കംബാക്ക് ഒന്നുമില്ല. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലത് വർക്കാവും, ചില സിനിമയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22 സിനിമകൾ 23ആയി. അതിൽ 18 നമുക്ക് പ്രോഫിറ്റായിട്ടാണ്. ചിലത് ബോക്സ് ഓഫീസിൽ വർക്കായിട്ടില്ല, ചിലത് റൈറ്റ്സിലൂടെ ചെയ്യും, ചിലത് എല്ലാ ഏസ്തെറ്റിക് നാഷണൽ അവാർഡ്. അപ്പം കഴിഞ്ഞ കൊല്ലം നാഷണൽ അവാർഡ് കിട്ടി. അപ്പം ചിലത് ഏസ്തെറ്റിക്കലി, കമേഴ്ഷ്യലി എല്ലാ രീതിയിലും വർക്കാവും. ഇപ്പം പടക്കളം അതിൻ്റേതായ രീതിയിൽ വർക്കാവുന്നു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് അപ്പോൾ ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അടുത്തതും അങ്ങനെ നമ്മുടെ ജോലി ചെയ്യുക, പുട്ട് 100%, ദ റിട്ടേൺസ് വിൽ കം. അത് ഏത് രീതിയിലാണ് റിട്ടേൺസ് എന്ന് പറയാം. ചിലപ്പം പ്രോഫിറ്റായിട്ട്, നമുക്ക് അക്ലൗഡ്സ് ആയിട്ട്, നമുക്ക് അവാർഡ്സ് ആയിട്ട്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് വരും എന്ന് വിശ്വസിക്കുന്നു. വിജയ് ബാബു ആസ് എ പേഴ്സൺ തോന്നുന്നുണ്ടോ അതായത് ഈ സെലിബ്രിറ്റികൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ അവർക്ക് സംസാരിക്കാനൊരു സ്പേസ് ആരും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? സെലിബ്രിറ്റികളെന്നല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ വന്നാൽ അല്ല, കുറച്ചുകൂടി അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് ഓരോരുടെ പേഴ്സണൽ ചോയ്സാണ് സംസാരിക്കണോ വേണ്ടോ എന്നുള്ളത്. നമ്മൾ ബോധ്യപ്പെടുത്താൻ പോയാൽ ആരെയൊക്കെ ബോധ്യപ്പെടുത്തണം, എത്ര പേരെ ബോധ്യപ്പെടുത്താൻ പറ്റും? ഇനി നമ്മളത് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പം അതിൽ നമ്മൾ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതിലും നല്ലത് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ വർക്ക് ആൻഡ് മൂവ് ആണ്. കാരണം അത് പോസിബിൾ അല്ല. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സൂര്യക്ക് മനസ്സിലാവും. അതായത് ഓരോന്നിനും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അതിലും കാര്യമില്ല. അതിൻ്റെ അടിയിലും കമൻസ് വരും, അതിൻ്റെ അടിയിലും കാര്യങ്ങൾ വരും. പിന്നെ അതിൽ നമ്മൾ വീണ്ടും ഡാർക്കാവും. യു അണ്ടർസ്റ്റാൻഡ് ഐ ആം സീയിങ്? അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ദ സോഷ്യൽ മീഡിയയുടെ വലിപ്പം അതിലൊക്കെ ഉപരിയാണ്. അപ്പം നമ്മൾ ആൾക്കാരോട് നമുക്ക് ഒരേ സമയം സംസാരിക്കാൻ പറ്റില്ല. യു ആർ വൺ പേഴ്സൺ അല്ലേ. അപ്പം നമ്മൾ സംസാരിച്ചാലും അതിലൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എത്രത്തോളം സ്ട്രോങ് ആണ് വിജയ് ബാബു? ഞാൻ ഡെയിലി ജിമ്മിൽ പോകാറുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫിറ്റ്നസ് ഇല്ല, നോക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഓട്ടല്ലേ, ആടും ഇതും പടക്കളവും എല്ലാം കൂടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇനിയൊന്നും ഇപ്പോൾ ഇച്ചിരി ബ്രേക്ക് ഉണ്ടല്ലോ, ഒരു വെൽക്കം ബ്രേക്കാണ്. അപ്പം ഒന്ന് വർക്കൗട്ട് ചെയ്ത് എടുക്കണം. ഐ എം മെൻ്റലി വെരി സ്ട്രോങ്. ഞാൻ അങ്ങനെയൊന്നും പെട്ടെന്ന് തളരുന്ന ആളല്ല. മെൻ്റലി ഐ എം വെരി സ്ട്രോങ്. അത് സ്ട്രോങ് ആയതാണ് ഓവർ ദ പീരീഡ്, ബിക്കോസ് യു ഹാവ് ഗോൺ ത്രൂ എ ഹോൾ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലൈഫ്. വളരെ ചെറിയ ഏജിൽ ഞാൻ ബിസിനസ് തുടങ്ങിയ ആളാണ്. അവിടെയൊക്കെ നമുക്ക് ലോസസ് ഉണ്ടായിട്ടുണ്ട്, അപ്പ് ഉണ്ടായിട്ടുണ്ട്, ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ നാച്ചുറലി സ്ട്രോങ് ആവുന്നതാണ്. അങ്ങനെ ചിലപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ എല്ലാ കാലവും നമ്മളങ്ങനെ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ അതാവാതെ മുമ്പോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. ഈ ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ ലൈഫിൽ കുറച്ചുകൂടി ബാക്കിയുള്ള ആളുകളെക്കാളും സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടാകും. ദേ ക്യാരി എ സ്കാർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്കാർ വിജയ് ബാബു ക്യാരി ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ ഒന്നും അങ്ങനെ ഒന്നും എന്നെ പേഴ്സണലി എടുക്കുന്ന ഒരാളല്ല. എന്നെ അഫക്റ്റ് ചെയ്യില്ല. ഞാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അതിനെ വളരെ സയൻറ്റിഫിക്കലി, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, എനിക്കിപ്പം പടക്കളൊരു സക്സസ് ആയി, എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ആ സക്സസ് വന്നത്, എവിടെയാണ് നമ്മൾ കറക്റ്റായി പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതൊരു സ്കാറാവാൻ ഞാൻ സമ്മതിക്കാറില്ല. അതിനെ ഒരു മിസ്റ്റേക്കായിട്ട് കണ്ടു, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഓക്കെ ഫൈൻ, അതിനെ ഉള്ളിലേക്ക് എടുക്കാതെ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയുള്ളൂ. ഐ ഡോണ്ട് ക്യാരി ഇറ്റ് വിത്ത് മീ. ഐ ഡോണ്ട് ക്യാരി എനി ബാഗേജ്, എനി സ്കാർസ്, എനിത്തിങ്. അതിനെ ഒരു പ്രശ്നമായിട്ട് കൂടെ കൊണ്ട് ലൈഫ് ലോങ് നടക്കാറില്ല. ഐ ലിവ് ഫോർ ദ next day, whatever past, let it go and let it go.